ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ കൂടെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് വേറൊരു പരീക്ഷണം നടത്താം. അപ്പം നമ്മൾ എടുക്കുന്നത് 2 കപ്പ് മൈദ, 1 കപ്പ് ചോറ്. ചോറിനെ ഒരു നുള്ളി ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അരച്ചു കൊടുക്കുക. അതിൽ ഈ 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി കുഴച്ച് ഇപ്പം കാണുന്ന പോലെ ആക്കിയിട്ട് അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടിയിട്ട് വെക്കാം. ഞാൻ നെയ്യാണ് പുരട്ടിയത് കേട്ടോ. പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ, ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം നമ്മളത് തുറന്നെടുത്തിട്ട് നോക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളൊരു നുള്ളി ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് അതെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. റൗണ്ട് ആക്കാം, സ്ക്വയർ ആക്കാം, ഏതാ ഷേപ്പ് എന്ന് വെച്ചെങ്കിൽ അതുപോലെ ആക്കാം. ഓവൽ ഷേപ്പിലാണ് ഇപ്പം ഞാൻ പരത്തിയിട്ടുള്ളത്. അത് പരത്തി അപ്പം തന്നെ ചുട്ടെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അതിങ്ങനെ ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ചുടുന്നതിൻ്റെ ഒപ്പം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തതെന്ന് വെച്ചെങ്കിൽ അത് തന്നെ മെല്ലെ ഒന്ന് തൂവി കൊടുക്കുക. ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ആ നെയ്യ് തന്നെ തൂവി കൊടുത്തിട്ട് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരമുണ്ട്, ചെറിയൊരു ഉപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ചോറും മൈദയും. ഓക്കേ.